ഹായ് മൈഡിയേഴ്സ്, അപ്പോൾ ഇന്നൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആയാലോ. സോ നമുക്ക് ബീച്ചിൽ പോകാനൊന്നും ഒരുക്കാം. സോ ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ് വന്നിട്ട് കേട്ടോ. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് സൺസ്ക്രീനും കാര്യങ്ങളൊക്കെ അങ്ങോട്ട് വാരിത്തേക്കാം. ബിക്കോസ് നമ്മൾ വെയിലത്തേക്കാണല്ലോ പോകുന്നത്. അപ്പം ഞാൻ മുടിയൊക്കെ ഒന്ന് ഒതുക്കി കെട്ടി വെച്ചു കേട്ടോ. സൺസ്ക്രീൻ ഇട്ടു, പിന്നെ ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു. വേറെ കാര്യമായിട്ട് വലിയ മേക്കപ്പ് ഒന്നും ഞാൻ ചെയ്തിട്ടില്ല. എന്തോ എനിക്കിങ്ങനെ വെയിൽ കൊള്ളാൻ പോകുമ്പോൾ കുറേ മേക്കപ്പ് ഇടണ്ട, പിന്നെ ഓൾറെഡി ഞാൻ അത്ര മേക്കപ്പ് ഒന്നും യൂസ് ചെയ്യാറില്ല. അങ്ങനെ മോയ്സ്ചറൈസർ ഇട്ടു. എന്താ പറയുക, ഇനി ഇതൊക്കെ നന്നായിട്ട് നമുക്ക് മുഖത്തങ്ങ് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. ഇനി അടുത്ത ഞാൻ പിന്നെ പുരികം ജസ്റ്റ് ഒന്ന് കട്ടിയാക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒരു കുറച്ചൊരു ബ്ലാക്ക് ഷെൻ്റെ പുരികത്തിന് കുറച്ച് കട്ടി കുറവാണ്. അപ്പോൾ ഞാൻ അതുകൊണ്ട് ജസ്റ്റ് ലൈറ്റായിട്ടൊന്ന് എന്ത് ചെയ്ത് അവിടെ ഇവിടേക്ക് ആയിട്ടൊന്ന് ഫില്ല് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ കുറച്ച് മസ്കാര അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടല്ലോ, എനിക്കിങ്ങനെ കണ്ണൊക്കെ ഭയങ്കരമായിട്ട് ഇങ്ങനെ ആ പീലികൾ വിടർന്ന് നിൽക്കുന്നത് ഒരുപാട് ഇഷ്ടമാണ്. അപ്പം ഞാൻ അത്യാവശ്യത്തിന് മസ്കാര ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ കണ്ണ് എഴുതണോ വേണ്ടേ എന്നുള്ള കൺഫ്യൂഷനിലായിരുന്നു. സോ ഞാൻ താഴെ ഭാഗത്ത് മാത്രം കുറച്ച് കൺമഷി കൊണ്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു, ലൈൻ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ലിപ്സ്റ്റിക്ക് ഇട്ട് കൊടുത്തു. ലിപ്സ്റ്റിക് ആണെങ്കിൽ ഞാൻ ഇപ്പം വാങ്ങിയ ഒരു ഷെയ്ഡ് എനിക്ക് അത്രയും അങ്ങോട്ട് ചേരാത്തൊരു ഷെയ്ഡാണ്. അതുകൊണ്ട് തന്നെ ഈ ലിപ്സ്റ്റിക് ഇടുമ്പോൾ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട്. അങ്ങനെ സെറ്റ് ചെയ്ത് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ടു. അതിനുശേഷം ഞാൻ ഹെയർ ഒന്ന് ഫ്രണ്ടിൽ മാത്രം കുഞ്ഞതായിട്ടൊന്ന് സ്ട്രെയിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഓർണമെൻറ്റ് സെക്ഷനാണ്. സോ ഈ ഒരു മാലയായിരുന്നു ഈ ഒരു ചെയിനാണ് ഞാൻ വെയർ ചെയ്യുന്നത്. അപ്പം നല്ല രസമുണ്ട്. ഞാൻ മീഷോ ഒന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇത്. പക്ഷേ നല്ല ക്വാളിറ്റി ഒക്കെ ഉള്ള പ്രൊഡക്റ്റ് തന്നെയായിരുന്നു. സോ മാല ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് നെക്സ്റ്റ് വേണ്ടത് കയ്യിൽ എന്തെങ്കിലും ഇടണമല്ലോ. സോ ഈ ഒരു ബാംഗിൾ കോംബോ ആയിട്ട് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ് കേട്ടോ. അതായത് 2 കൂടെയാണ് ഉണ്ടായിരുന്നത്. അപ്പം നല്ല ഭംഗി ഉണ്ടായിരുന്നു രണ്ടും. അപ്പം ഞാൻ വിചാരിച്ചു രണ്ടും ഇടണ്ട, രണ്ടും കൂടി ഇടുമ്പോൾ ഓവറായാലോ. സോ അപ്പോൾ ഇതിൽ നിന്ന് ഞാൻ ഒന്ന് സെലക്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ ഈ സിമ്പിളായിട്ടുള്ള ഇതെല്ലാം മറ്റേതാണ് ഞാൻ സെലക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതൊക്കെ വെയർ ചെയ്ത് കഴിഞ്ഞു. പിന്നെ എന്താ പറയുക, ഇത് മാത്രം ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് എന്തോ മറ്റേ കയ്യിലൊരു വളയില്ലാത്തത് കണ്ടപ്പം എന്തോ ഒരു ഫീൽ. അപ്പോൾ ഞാൻ വിചാരിച്ചു മറ്റേ കയ്യിലും എന്നാലും അങ്ങോട്ട് ഇട്ടേക്കാമെന്ന് വിചാരിച്ചുണ്ടോ. ഇങ്ങനെ കണ്ടപ്പോൾ എനിക്കത് അത്ര അങ്ങോട്ടൊരു ബുദ്ധിമുട്ട് പോലെ. അപ്പോൾ ഇത് നമ്മളെ പണ്ടത്തെ ചുറ്റിവളേൻ്റെ ആ ഒരു സംഭവമാണ്. ഇതിങ്ങനെ ചുറ്റാൻ നല്ല രസമല്ലേ. ഇത് കണ്ടപ്പോൾ എനിക്ക് പെട്ടെന്ന് ആ ഉത്സവപ്പുറമെന്ന് വാങ്ങുന്ന ചുറ്റിവളയാട്ടോ ഓർമ്മ വന്നിട്ടുണ്ടായിരുന്നത്. അങ്ങനെ വളയൊക്കെ ചുറ്റിയിട്ടു 2 കയ്യിലിട്ട് കഴിഞ്ഞപ്പോഴേക്കും എനിക്ക് നല്ല ഇഷ്ടമായിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ച പോലെയല്ല, ഫോട്ടോസിലൊക്കെ നല്ല രസം തന്നെ ഉണ്ടായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട്. ഇനി അടുത്ത് നമുക്ക് കമ്മൽ സെഷനാണ്. കമ്മൽ ഞാൻ എൻ്റെ ഒരു നമ്മളെ ചെമ്പകപ്പൂ പോലെയുള്ള ആ ഒരു കമ്മലായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നു. സോ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ട്. നിങ്ങൾക്ക് എൻ്റെ ഈ ലുക്ക് ഇഷ്ടമായോ ഇല്ലേ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. അപ്പം ഞാൻ എന്നാൽ ബീച്ചിൽ പോയി കുറച്ച് ഫോട്ടോസും വീഡിയോസും എടുക്കട്ടെ കേട്ടോ. ഇന്നത്തേക്ക് അത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, ലവ് യു.